നമ്മളെ കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. അപ്പം അതിലെ പ്രതികളെ പിടികൂടി, പിറ്റേന്ന് തന്നെ പിടികൂടിയും കുഞ്ഞിനെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവച്ചു. അവിടെ നിന്ന് പിടികൂടിയൊക്കെ ചെയ്തു. അവർ ജയിലിലാണ്. അതിൽ അനുപമയ്ക്ക് മകൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ MR അജിത് കുമാർ അൻവർ പ്രശ്നം വന്നതിന് ശേഷം ഈ കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുഞ്ഞിൻ്റെ പിതാവ് പോലീസിനെതിരെ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ അന്ന് നാലാമതൊരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് മുഖവിലേക്കെടുത്തില്ല. പോലീസ് ഈ പറഞ്ഞ, അതായത് ഇവർ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള റീസൺ എന്ന് പറയുന്നത് വിശ്വസനീയമല്ല, മറ്റെന്തൊക്കെയോ കാരണങ്ങളും അല്ല, അന്വേഷണം അവിടെ നിന്നു. ഇതല്ല അന്വേഷിക്കേണ്ടത്, ഇതിനപ്പുറത്തേക്ക് അന്വേഷിച്ച് പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷെ പോലീസ് അവിടെ കൊണ്ട് നിർത്തി. നാലാമനെ കുറിച്ച് അന്വേഷിച്ചില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടെ ഒരു വ്യക്തതയുള്ള ഒരു റീസൺ കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്നാണ്. അന്ന് പേടിയായിരുന്നു, ഇന്നിപ്പോൾ തുറന്നു പറയുന്നു എന്നാണ് ആ കുഞ്ഞിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജോണേട്ടാ, ഞാൻ ആ ഫാമിലിയെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചു. അതായത് ഈ കാണാതായ കുഞ്ഞിന്റെ കുടുംബത്തെ കുറിച്ച്. അവർക്ക് ഈ തുകയൊന്നും സംഭരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉള്ളവരല്ല. പെട്ടെന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കില്ല. ഇതിന്റെ പിന്നിൽ വേറെ എന്തോ കളിയുണ്ട്. അവർ ഈ ചോദിച്ചതും ഓഡിയോ സന്ദേശം ഇതിനെല്ലാം പിന്നിൽ മറ്റെന്തോ ഒരു കളി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഈ MR അജിത് കുമാറിന് അന്ന് തൊട്ടേ അനുപമയോട് ഭയങ്കര കാര്യമാണ്. അനുപമ വളരെ മിടുക്കിയാണ്, 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, നന്നായി ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നന്നായി ഡാൻസ് ചെയ്യുമെന്നൊക്കെയാണ് ഈ കേസിലെ 3ാം പ്രതിയായിട്ടുള്ള അനുപമ പത്മകുമാറിനെ കുറിച്ച് അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് വേറൊരു ആളെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? കഷായത്തെ കുറിച്ച്, ഗ്രീഷ്മയെ കുറിച്ച് പറഞ്ഞത് ഗ്രീഷ്മ വളരെ മിടുക്കിയാണ്, വളരെ ടാലന്റഡ് ആണ്, കുട്ടി റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എവിടെയാ ഒരാളെ തട്ടിയിട്ട് അകത്തിരിക്കുമ്പോ ചോദ്യം ചെയ്തിട്ട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ഇവരെന്ത് വെച്ചിട്ടാണ് പിന്നെ കുറ്റപത്രം കൊണ്ട് കൊടുക്കുന്നത്. വളരെ നല്ല കുട്ടിയാണെങ്കിൽ അങ്ങനെ പ്രതിക്ക് ആദ്യമേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പോലീസ്. ഈ MR അജിത് കുമാറിന് ആ കേസിൽ ഇടപെട്ടു എന്നുള്ളതിൽ വളരെ വലിയ സംശയമുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇത്രയും വലിയ വ്യഗ്രത ആ കാര്യത്തിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ കുട്ടി പറഞ്ഞു, ആ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ആ കുട്ടിയുടെ സഹോദരൻ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. 2 അങ്കിൾമാരും 2 ആന്റിമാരുമാണ് കാറിലുണ്ടായിരുന്നത്. ഓക്കെ, ആ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞ് പറഞ്ഞു 2 അങ്കിൾമാരും 2 ആന്റിമാരും ഉണ്ടായിരുന്നു. ഈ പറയുന്ന 4ാമത്തെ അങ്കിൾ ആരാണ്? അങ്കിൾ അവിടെ പോയി? അങ്കിളിനെ കാണുന്നില്ല. അങ്കിൾ മിസ്സിങ്. അങ്കിളിനെ കുറിച്ച് അറിയത്തില്ല. ചോദിച്ച തോന്നലാണെന്ന്. അതങ്ങനെ രണ്ടുപേർക്ക് തട്ടിക്കൊണ്ട് പോകപ്പെട്ട കുഞ്ഞിന് ചിലപ്പോൾ പേടിയുണ്ട് തോന്നുന്നു. പക്ഷെ കണ്ടു നിൽക്കുന്ന സഹോദരനുണ്ടല്ലോ, കണ്ടുനിൽക്കുന്ന സഹോദരൻ പറഞ്ഞു 4 പേരുണ്ടായിരുന്നു പറഞ്ഞു. 4 പേര് കണ്ടു. ആ കുഞ്ഞ് അതിനെ വലിച്ചയച്ചില്ല. കുഞ്ഞിനെ കാറിൽ വലിച്ചയച്ച് കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന പോലെ ഈ കേസിനകത്ത് ഇത്തരം ചില കേസുകളിൽ ഇദ്ദേഹം എന്തിന് ഇടപെട്ടു? ഒരു ADGP വന്ന് നേരിട്ട് ഇടപെടേണ്ടാത്ത കേസുകളിൽ ADGP വന്ന് ഇടപെടുന്നു. ഈ ADGP എടുത്ത് നേരത്തെ ഒരു DGP ഉണ്ടായിരുന്നു. നേരത്തെ ഇരുന്ന ഒരു DGP, അദ്ദേഹത്തിന് ഒരു മാനക്കേട് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയട്ടെ. അദ്ദേഹം ഒരു പരാതിക്കാരനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. ഈ ADGPയുടെ പറഞ്ഞു വിട്ടു, ഇതുപോലെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഈ പരാതി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു വിട്ടു. ചെന്നപ്പോ പൂരത്തെറി. ആദ്യം DGPക്ക് പൂരത്തെറി. DGPയെ ഇരുന്ന് തെറി വിളിച്ചു. തെറി വിളിച്ചിട്ട് പരാതി മേടിച്ച് കീറി കളഞ്ഞു. അവന്റെ ഒരു പരാതി എന്നൊക്കെ പറഞ്ഞിട്ട് തെറി പറഞ്ഞു DGPയെ. എന്നിട്ട് തെറി പറഞ്ഞെന്നും പറഞ്ഞ് DGP എടുത്ത് തന്ന് ഇദ്ദേഹം പരാതി പറയുമ്പോൾ DGP ഇരുന്ന് കൈമലർത്തുക. കാര്യം എന്തോ, DGP കൈ വലിയ റോളാ ഇദ്ദേഹത്തിന്. ഈ ADGPക്ക് ഭയങ്കര റോളാ. അവിടെ വിജിലൻസിൽ ഇരുന്ന് വിജിലൻസ് മേധാവിയായി ഇരിക്കെ മറ്റേ ആ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ട് പോക്ക് വീക്ക്നെസ് ആണ് അദ്ദേഹത്തിന്. അത് ഈ അൻവറും പറയുന്നുണ്ടല്ലോ, ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, കൊലയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഹോബി എന്ന്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ ലോൺ എടുത്താ വീട് വെച്ചിരുന്നു. ധാരാ ലോൺ എടുക്കാതെ വീട് വെക്കുന്നത്? ഈ തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പടഭണ്ഡാരം പോലെയുള്ള വീട് കാണുന്ന നാട്ടുകാർ ഇതിന്റെ ഇതിന്റെ സോഴ്സ് ഒന്ന് അന്വേഷിക്കും, ഇല്ലേ? ആരെങ്കിലും കൊണ്ടുപോയി വിജിലൻസിന് പരാതി കൊടുക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്ന ADGP ആണ്, ക്രമസമാധാന ചുമതലയുള്ള ADGP. അതായത് ഇവിടുത്തെ DGP കഴിഞ്ഞാൽ കേരള പോലീസിലെ 2ാം സ്ഥാനം നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾ ഒരു പടഭണ്ഡാരം പോലെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യം വരുമെന്ന് നിങ്ങളൊരു പോലീസുകാരനാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കയ്യിൽ ലിക്വിഡ് മണി അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ഇരിപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോയി ലോൺ എടുക്കും. ലോൺ എടുത്തേ വീട് വെക്കത്തുള്ളൂ, ഇല്ലേ? സോഴ്സ് ഓഫ് ഇൻകം കാണിച്ചുകൊണ്ടേ ഇവർ ചെയ്യത്തുള്ളൂ. പോലീസ് ബുദ്ധി. ആ പോലീസ് ബുദ്ധിയാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരും പറയുന്നത് അദ്ദേഹം എല്ലാ കണക്കും കൊടുത്തിട്ടുണ്ട്.
ചേട്ടാ കണക്ക് കൊടുക്കുന്നതിന് നേരത്തെ ഇത് റെഡിയാക്കി വെക്കുമെന്നേ, വെക്കാതെ ADGP വീട് വെക്കൂ, അത്രയും വലിയ മണ്ടത്തരം കാണിക്കും. അത് അൻവർ വിചാരിച്ച് ഇദ്ദേഹം ഇതൊന്നും ഇല്ലാതെ പോയി വീട് വെച്ച് ചേർന്ന്. ഇതെല്ലാം കറക്റ്റായിട്ട് കരുതി കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ലേ ഇവർ ചെയ്യത്തുള്ളൂ. ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളി കുറ്റകൃത്യത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ബുദ്ധിമാനായ കുറ്റവാളി ഒരുക്കാറുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണക്കുണ്ട്. ഇത് ഈ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത് എന്താണെന്ന് അന്വേഷിക്കണം, പൊതുസമൂഹം അന്വേഷിക്കണം. ഞാൻ ഇവരുടെ ഫാമിലിയെ കുറിച്ച് അവർക്ക് 10 ലക്ഷം രൂപയൊന്നും എടുത്തു കൊടുക്കാൻ അവരുടെ ഇല്ല. പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപ കൊണ്ടെടുക്കുന്ന പറഞ്ഞാൽ അവരുടെ ഇല്ലതൊന്നുമില്ല. അതിൽ വേറെ എന്തോ പ്രശ്നമുണ്ട്. ഇത് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു, അറിയാം, ഒരു അധ്യാപകനെ തട്ടിക്കൊണ്ടുപോയി. നമ്മുടെ R. ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസ് വന്നത്. അത് R. ബാലകൃഷ്ണപിള്ളയുടെ സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് ഇതെന്നായിരുന്നു പരാതി. പിന്നെ അതിനകത്തൊരു സ്ത്രീ വിഷയം ആരോപിക്കപ്പെട്ടു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി മലദ്വാരത്തിലൂടെ കമ്പി കയറ്റിയതാണ് കേസ്. അതിൽ R. ബാലകൃഷ്ണപിള്ളയുടെ പേരാണ് പ്രധാനമായും കേട്ടത്. ബാലകൃഷ്ണപിള്ള അതായത് വാളകം MLA ജംഗ്ഷന് സമീപത്ത് നിന്ന് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയെന്നാണ്. അവിടെയാണ് സ്കൂള് അല്ലേ? അകത്തോട്ട് കയറി പോകുന്നതാണ്. അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ്. അദ്ദേഹത്തിന് പിന്നെ ദീർഘകാലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. അത് പല കേസുകളും പറഞ്ഞു. അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് ആ സ്ത്രീയുടെ ഭർത്താവും കൂട്ടുകാരും ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ചത്. ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇതിൽ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഒരു കുഴഞ്ഞു പറഞ്ഞ കേസാണ്. അതും ഇപ്പോഴും പോലീസ് പറയുന്നതേ നമുക്കറിയത്തുള്ളൂ. പോലീസ് പറയുന്നു ഇതിങ്ങനെയാണെന്ന് പറയുന്നു, നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു. കൂടുതലൊരു അന്വേഷണം അക്കാര്യത്തിൽ അന്ന് ഇരുന്ന റിപ്പോർട്ടേഴ്സ് നടത്തിയില്ല. ഈ കേസിൽ ഇരുന്ന റിപ്പോർട്ടേഴ്സ് കാര്യമായി പിന്നെ അന്വേഷിക്കണമായിരുന്നു. ആരാണ് മാധ്യമപ്രവർത്തകരായിട്ട് ആ സ്ഥലത്ത് ആരാണ് ചാർജിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെ കുറിച്ച് അന്വേഷിക്കണം. ഈ പോലീസ് പറയുന്ന കഥകൾ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. പണ്ട് ഞാനൊരു കുഞ്ഞിന്റെ കാര്യം, അവിടെ ഒരു കുഞ്ഞിനെ കാണാതായി. എനിക്ക് തോന്നുന്നു അതിന്റെ പേര് ദേവനന്ദ എന്നാണ് തോന്നുന്നു. അതിനെ പിന്നീട് മരണപ്പെട്ട് ഒരു പുഴയിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ കുഞ്ഞ് വീട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ദൂരെയുള്ള പുഴയിലാണ് ആ കുഞ്ഞ് തനിയെ പോയി. ആ വഴിയൊന്നും ആരും പോകാത്ത വഴിയാന്ന് കേട്ടു. ആ വഴി കുഞ്ഞു പോയി. ആ വഴിയെ പോയല്ലേ? ആ വഴിയിൽ പോയി ആ കുഞ്ഞ് അവിടെ പിന്നെ ആ ബോഡി അവിടെ കിടന്നു. അതിപ്പോഴും ആർക്കും ഒരു ഉത്തരവും ഇല്ല. ഞാൻ അന്നിരുന്ന റിപ്പോർട്ടേഴ്സിനൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു റിപ്പോർട്ടറെ ഒരു ദിവസം അവിടെ ഇരുന്ന ഒരു റിപ്പോർട്ടറെ ഞാൻ രാത്രിയിൽ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചേടാ ഇത് എന്തായിരുന്നു ആ കേസ്? അമ്മ പറഞ്ഞു അത് ഇങ്ങനെയാ, കുഞ്ഞ് പുഴയെ വീണ് മരിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അതൊക്കെ പിന്നെ അതൊക്കെ അന്വേഷിച്ചോ നീ? അത് പോലീസ് പറഞ്ഞില്ല. അതെങ്ങനെ? ഞാൻ പറഞ്ഞ പോലീസ് പറയുന്നതാണോ? ആ കുഞ്ഞിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ? നമ്മൾ അന്വേഷിക്കണ്ടേ? ഒരു കുഞ്ഞ് വീട്ടിൽ കളിച്ചോണ്ടിരുന്ന കുഞ്ഞ് പിന്നെ കാണുന്നത് പുഴയെ മരിച്ചു കിടക്കുന്നു. പുഴയിൽ ഒരു വെള്ളത്തിൽ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കുഞ്ഞിന്റെ. ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ ഒരുപാട് പിന്നെ ഇത് കേട്ടു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒരു കുഞ്ഞിനെ കാണാതായപ്പോൾ കൊല്ലം ഏരൂരിൽ നിന്നാണ് കാണായത്. ആ കുഞ്ഞ് ഗൂഗിൾ ഇമേജ് എടുത്താൽ മതി. ആ കുഞ്ഞിനെ ഒരു തട്ട് പോലെ ഒരിടത്ത് കൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ പിന്നെ വധശിക്ഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. അവൻ ആ കുഞ്ഞിന്റെ ബന്ധുവാണ്. ഇവൻ ഈ കുഞ്ഞിനെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി അവിടെ ഇവന്റെ വീടിനടുത്ത എസ്റ്റേറ്റിനകത്ത് കൊണ്ടുവച്ച് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു ആ കുഞ്ഞിനെ. ആ പോലീസ് അന്വേഷിച്ചില്ല. അവന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ആ എസ്റ്റേറ്റ് ഉള്ളത്. കൂവക്കാട് എന്നാണ് എസ്റ്റേറ്റിന്റെ പേര്. കൂവക്കാട്. ഈ കൂവക്കാട് എസ്റ്റേറ്റിലെ അവിടെ കടന്നു പോകുന്ന എല്ലാ വണ്ടികളുടെയും രജിസ്റ്റർ നമ്പർ സർക്കാർ വാഹനമാണെങ്കിൽ പോലും അവിടെ എഴുതി വെക്കും. ആ എസ്റ്റേറ്റിൽ പോലീസ് പരിശോധന നടത്തിയില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ രജിസ്റ്റർ പോയി എടുത്തു. ഇവര് പറഞ്ഞു ഞങ്ങൾ വ്യാപകമായി അന്വേഷിക്കുന്നു. ഇവർ അനങ്ങിയില്ലെന്നേ. കുഞ്ഞ് കൊച്ചച്ഛന്റെ കൂടെ പോയെന്നും പറഞ്ഞ് അനങ്ങാതിരുന്നു. ഞാൻ പോയി അവിടെ പോയി ആ രജിസ്റ്റർ എടുത്തു. ഇവന്റെ വീടിന്റെ ഈ ബോഡി കിടന്നിടത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഞാൻ പോയി രജിസ്റ്റർ എടുത്തു. ഞാൻ രജിസ്റ്റർ എടുത്തിട്ട് ഞാനത് വാർത്തയാക്കി. ഈ പോലീസ് ജീപ്പിലെ കടന്നു പോയിട്ടില്ലെന്ന് പറഞ്ഞു. പോലീസ് ജീപ്പിലെ പോയിട്ടില്ല. പോലീസ് ജീപ്പ് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തണ്ടേ? നമ്പർ രേഖപ്പെടുത്തണ്ടേ? പോലീസ് ജീപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ രേഖപ്പെടുത്തും, എഴുതി വെക്കും അവിടെ. കാര്യം പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടെന്ന്. പോലീസ് ജീപ്പ് ഒരു തവണ പോലും പോലീസ് ജീപ്പ് അതിലെ കടന്നു പോയിട്ടില്ല. ഇവന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത ആ സ്ഥലം. അതിൽ നടപടി ഉണ്ടായി. പോലീസിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവിടെ നടപടി ഉണ്ടായി. അതിനുശേഷം അവർക്ക് ഭയങ്കര പകയായി എന്നോട് ഭയങ്കര പകയായി. അത് കഴിഞ്ഞാൽ ഞാൻ വാഴക്കയിൽ ഒരു കുട്ടി മരണപ്പെട്ടു എന്നും പറഞ്ഞൊരു കേസ് എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ സ്ഥിരമായിട്ട് വാർത്ത കൊടുത്തു. പിന്നെ എന്നോട് ഭയങ്കര കലിയായി. എനിക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. വണ്ടി പുറത്തിറക്കി എന്നെ പിടിക്കുന്നേ വരും. എന്റെ വണ്ടി അവരുടെ ശേഷം വരുത്തി വന്നു കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിക്കും. അവരുടെ ശേഷം വരുത്തി എപ്പോ വന്നാലും അവര് വണ്ടി പിടിക്കും. ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്നത്. ഇത് അന്വേഷിക്കണം ഈ കേസുകളൊക്കെ. അതെ, ഇത്തരം കേസുകൾ എന്തായാലും അന്വേഷിക്കണം. അജിത് കുമാർ എന്തുകൊണ്ട് അങ്ങനെ ഇടപെട്ടു? ആരാണ് പുനരന്വേഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് തീർച്ചയായും അന്വേഷിക്കണം, കാര്യമായി അന്വേഷിക്കണം. ഇത്തരം കേസുകളെ അങ്ങനെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അത് പൈസ കൊടുക്കാൻ പറ്റാത്തൊരു ഫാമിലിയുടെ എങ്ങനെയാണ് ക്യാഷ് ഉപയോഗിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. അത് എങ്ങനെയാ ക്യാഷ് കൊടുക്കുന്നത്? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചില പ്രതികൾ
ഇപ്പൊ ഈ സുജിത് ദാസിന്റെ കേസ് വന്നുകൊണ്ട് പറയാം, ചില പ്രതികൾ പെൺകുട്ടികളായിട്ടുള്ള പ്രതികൾ പിന്നെ ഉൾപ്പെട്ട വലിയ കേസുകൾ, ആ കേസിൽ പ്രതിയായി റിമാൻഡിലാവുന്ന പെൺകുട്ടികളോട് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ജാമ്യം കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം, നീ ഇറങ്ങുമ്പോൾ എന്നെ വന്ന് കാണണമെന്ന് പറയും. എന്നെ വന്ന് കാണണം എന്ന് പറയും. അത് ഇവിടുത്തെ ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞു. അത് ഞാനന്ന് മാധ്യമ ഫീൽഡിലില്ല, ഇല്ലെന്നല്ല, ഞാൻ ലീവിലാണ്, ഞാൻ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ധനുഷുണ്ട്. അപ്പൊ ഞാൻ ധനുഷിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇന്ന ആളോട് ഇന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നീ ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. അതെനിക്ക് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞത്. പക്ഷെ ഭാഗ്യം എന്തായാലും അദ്ദേഹത്തെ കാണാൻ അവള് വന്നില്ല. വന്നിരുന്നെങ്കിൽ നമ്മളത് എടുത്ത് വാർത്തയാക്കി. വാർത്തയാക്കാൻ പറ്റിയില്ല. ശരി ശരി.